കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്മൂത്തിയിൽ നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കാതെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് മോർണിംഗിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്മൂത്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ആപ്പിൾ തൊലി കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ വേണ്ടത് നല്ല ബ്ലാക്ക് കുരുവില്ലാത്ത മുന്തിരിയാണ്. അപ്പോൾ അതും നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്ക് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരു കളഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈന്തപ്പഴം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേനും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പഞ്ചസാര ചേർക്കാത്തതല്ല, അപ്പോൾ നല്ലൊരു മധുരത്തിന് വേണ്ടിയിട്ട് തേനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ചാറിയിട്ട് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ. ഇനി ഇതിന് പകരം ഫ്രഷ് ക്രീം ചേർത്തിട്ട് അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് പഴം ചേർത്ത് കൊടുക്കണമെങ്കിൽ പഴം ചേർത്തിട്ടും നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു തിക്നെസ് കിട്ടും നമ്മുടെ ഈ ഒരു സ്മൂത്തിക്ക്. ഇത് അത്യാവശ്യം നല്ല തിക്നെസ്സോട് കൂടിയിട്ടുള്ള നല്ല മധുരവും ആ ഈന്തപ്പഴമൊക്കെ ചേർത്തുള്ളത് കൊണ്ട് തന്നെ നല്ല മധുരമൊക്കെ ഉള്ള ഒരു സ്മൂത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.